പൊതുജനങ്ങളിൽ നിന്ന് പരാതികളും ആക്ഷേപങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും നേരിട്ട് കേട്ട് ചർച്ചയാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള യുഡിഎഫിന്റെ പുതിയ രാഷ്ട്രീയ ക്യാമ്പയിനാണ് ജനശബ്ദം. 400 കോടി എല്ലാം മലയോരത്ത് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. തീരപ്രദേശത്ത് വറുതിയാണ്. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 40 രൂപയാണ് കേരളത്തിൽ മണ്ണെണ്ണയുടെ വില. 25 രൂപ സബ്സിഡി കൊടുത്തു, ഇല്ലേ? സംസ്ഥാന തലത്തിൽ യുഡിഎഫ് നടപ്പാക്കുന്ന ജനശബ്ദം ക്യാമ്പയിൻ കോഴിക്കോട് നിന്ന് ഔദ്യോഗികമായി ആരംഭിച്ചു. വീടാന്തരം കയറിയിറങ്ങി പരാതി ശേഖരിക്കുന്ന യജ്ഞമാണ് ജനശബ്ദം. കേരളത്തിലെ ഓരോ വീട്ടിലും കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും നേരിട്ട് ശേഖരിക്കും. അതിവിപുലമായ ഈ പരാതി ശേഖരണ യജ്ഞത്തിനായി പരാതിപ്പെട്ടിയും ഗ്രീവൻസ് കാർഡും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ വീടുകളിലെത്തിച്ച് കുടുംബങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകും. ശേഖരിക്കുന്ന വിവരങ്ങൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിശകലനം ചെയ്ത് പൊതുജനങ്ങളുടെ ശബ്ദം രാഷ്ട്രീയ ചർച്ചകളിലും പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമാക്കുക എന്നതാണ് ജനശബ്ദം കൊണ്ട് ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എംപിമാരായ ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, എം.കെ. രാഘവൻ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ തുടങ്ങി പ്രമുഖ നേതാക്കൾ ചേർന്നാണ് ജനശബ്ദം ക്യാമ്പയിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്.